എല്ലാ പ്രിയപ്പെട്ടവർക്കും എവറിത്തിങ് 360യുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഒബ്സർവ് ചെയ്യാനായിട്ട് പോകുന്നത് HDFC ബാങ്കും ഇന്ത്യൻ ഓയിൽ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡാണ്. നേരത്തെ തന്നെ നമ്മൾ SBIയും BPCLും ആയിട്ട് ചേർന്നിട്ടുള്ള SBI BPCL കാർഡിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട്. അതിൽ നമ്മൾക്ക് BPCLുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പെട്രോൾ പമ്പുകളിൽ നിന്ന് നമ്മൾ ഫ്യൂവൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഏകദേശം 75 ലിറ്റേഴ്സ് ഓഫ് ഫ്യൂവലാണ് ഓരോ വർഷവും ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു HDFC ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡാണ് ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡ് ഇന്ത്യൻ ഓയിൽ HDFC ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അവർ വാഗ്ദാനം ചെയ്യുന്നത് 50 ലിറ്റേഴ്സ് ഓഫ് ഫ്രീ ഫ്യൂവലാണ് ആനുവലായിട്ട് നൽകുന്നത്. ഇനി ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഈ കാർഡിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഈ കാർഡിൻ്റെ വാല്യൂ ചാർട്ട് എങ്ങനെയാണ്, ഇതിൻ്റെ എലിജിബിലിറ്റി എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ പറയുന്നത് ഇതിൽ ഓരോ ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും നമുക്ക് കിട്ടുന്ന റിവാർഡ്സ് എന്ന് പറയുന്നത് ഫ്യൂവൽ പോയിന്റ്സ് ആയിട്ടാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. അതായത് ഈ ഫ്യൂവൽ പോയിന്റ്സ് നമ്മൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പെട്രോൾ പമ്പുകളിൽ ചെന്ന് നമ്മൾ ഫ്യൂവൽ അടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഫ്യൂവലായിട്ട് റെഡീം ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഏകദേശം 250 ഫ്യൂവൽ പോയിന്റ്സ് ആണ് ഒരു മാസം നമുക്ക് ആദ്യത്തെ 6 മാസത്തേക്ക് ലഭിക്കുന്നത് കാർഡ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ. അതും 5% നമുക്ക് ഫ്യൂവൽ പോയിന്റ്സ് ആയിട്ട് ലഭിക്കുന്നത്. മാക്സിമം 250 ഫ്യൂവൽ പോയിന്റ്സ് ആണ് ഒരു മാസം ലഭിക്കുക. അങ്ങനെ നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വാല്യൂ ചാർട്ട് കാണുമ്പോൾ എത്രത്തോളം നമുക്ക് ഈ ഒരു കോസ്റ്റ് സേവിങ്സ് ഇത് കാരണം ഉണ്ടാവും എന്ന് നമുക്ക് പരിശോധിക്കാനായിട്ട് സാധിക്കും. ഇനി പറയാനുള്ളത്, കാർഡ് ഇഷ്യൂ ചെയ്ത് അടുത്ത 6 മാസത്തേക്ക് നമുക്ക് കിട്ടുന്നത് 150 ഫ്യൂവൽ പോയിന്റ്സ് ആണ് മാക്സിമം ആയിട്ട് കിട്ടുന്നത്. ഇനി ഗ്രോസറീസ് പർച്ചേസ് ചെയ്യുമ്പോഴും ബില്ല് പേയ്മെൻറ്റ് നടത്തുമ്പോഴും ഒക്കെ നമുക്ക് 5% ഫ്യൂവൽ പോയിന്റ്സ് ആണ് ലഭിക്കുന്നത്. അതായത് അവിടെ നമുക്ക് 5% ഫ്ലാറ്റ് ആയിട്ട് ഫ്യൂവൽ പോയിന്റ്സ് നമുക്ക് ഗ്രോസറി പർച്ചേസ് ചെയ്യുമ്പോഴും കിട്ടുന്നു എന്നുള്ളത് ഈ കാർഡിൻ്റെ ഒരു നല്ലൊരു കാര്യമാണ്. ഇനി ഓരോ 150 രൂപ ബാക്കി ഏത് പർച്ചേസിൽ സ്പെൻഡ് ചെയ്താലും നമുക്ക് ഫ്യൂവൽ പോയിന്റ്സ് ഒന്നാണ് ലഭിക്കുക, ഒരു ഫ്യൂവൽ പോയിന്റ് ആണ് ലഭിക്കുക. ഇനി മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത്, ഈ ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ഇന്ത്യൻ ഓയിലിൻ്റെ എക്സ്ട്രാ റിവാർഡ്സ് പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എന്താണ് എക്സ്ട്രാ റിവാർഡ്സ് പോയിന്റ് എന്ന് നമുക്ക് നോക്കാം. എക്സ്ട്രാ റിവാർഡ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഓയിലിൽ നമ്മൾ ഫ്യൂവൽ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും നിലവിൽ ഈ ഒരു പ്രോഗ്രാം അവൈലബിൾ ആയിട്ടുള്ളത് മുംബൈ, ഡൽഹി, ചെന്നൈ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിലൊക്കെയാണ്. അപ്പോൾ ഇത് മറ്റ് സിറ്റീസിലും വരും എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു പോയിന്റ് സിസ്റ്റത്തിൽ നിങ്ങൾക്കൊരു കാർഡ് ലഭിക്കുന്നുണ്ട്, എക്സ്ട്രാ റിവാർഡ്സ് കാർഡ് ലഭിക്കുന്നുണ്ട്. നമ്മൾ ഫ്യൂവൽ സ്റ്റേഷൻസിൽ പോയി പെട്രോൾ അടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ലൂബ്രിക്കൻസോ മറ്റെന്തെങ്കിലും ഫ്യൂവൽ പ്രോഡക്ട്സോ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു റിവാർഡ് നമ്പർ കൂടെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള റിവാർഡ് പോയിന്റ്സ് ലഭിക്കുന്നു. ആ റിവാർഡ് പോയിന്റ്സ് അക്യുമുലേറ്റ് ചെയ്ത് നമുക്കതിനെ വിവിധ തരത്തിലുള്ള പർച്ചേസുകൾക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഇന്ത്യൻ ഓയിൽ എക്സ്ട്രാ റിവാർഡ്സ് ലോയൽറ്റി പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മാത്രമല്ല മറ്റ് അലയൻസ് പാർട്ട്നേഴ്സുമായിട്ട് ചേർന്നിട്ട് റെസ്റ്റോറൻറ്റ്സ്, പിസ്സ കമ്പനീസ്, ഓട്ടോമൊബൈൽ സർവീസ് സ്റ്റേഷൻ, ജ്വല്ലേഴ്സ്, ഓൺലൈൻ ഷോപ്പിംഗ് കമ്പനീസ് എന്നിവയിൽ നമുക്ക് വേണമെങ്കിൽ ഈ എക്സ്ട്രാ റിവാർഡ്സിൻ്റെ പോയിന്റ്സ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് വീണ്ടും ഇന്ത്യൻ ഓയിലിൻ്റെ ഈ കാർഡിൻ്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് പോകാം. റിവോൾവിംഗ് ക്രെഡിറ്റ് ആണ്, അത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഫീച്ചർ ആണെന്ന് വിശ്വസിക്കുന്നു. ലോസ്റ്റ് കാർഡ് ലയബിലിറ്റി ഉണ്ട്. ഇൻട്രസ്റ്റ് ഫ്രീ ക്രെഡിറ്റ് പീരീഡ് ആയിട്ട് 50 ഡേയ്സ് ആണ് ഈ ഒരു കാർഡിൽ നമുക്ക് ലഭിക്കുക. കൂടാതെ ഫ്യൂവൽ സർചാർജ് വെയ്വറും ഇതിൽ അവൈലബിൾ ആണ്. മാക്സിമം 250 റുപ്പീസിൻ്റെ വെയ്വറാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് സൈക്കിളിൽ കിട്ടുക. മിനിമം 400 റുപ്പീസിനെങ്കിലും പെട്രോൾ അടിച്ചാൽ മാത്രമേ ഈ ഒരു ഫ്യൂവൽ സർചാർജ് വെയ്വർ ആക്ടിവേറ്റ് ആവുകയുള്ളൂ. ഇനി റിന്യൂവൽ ഓഫർ കൂടി ഈ ഒരു കാർഡിൽ അവൈലബിൾ ആണ്. 50,000 രൂപയ്ക്ക് മേളിൽ ഒരു വർഷം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷത്തെ മെമ്പർഷിപ്പ് ഫീ കൊടുക്കേണ്ടതായിട്ടില്ല. കൂടാതെ നിങ്ങളുടെ സ്പെൻസുകളെല്ലാം, വലിയ സ്പെൻഡുകളെല്ലാം നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് തന്നെ EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഇനി ഫ്യൂവൽ പോയിന്റ്സ് അക്യുമുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഫ്യൂവൽ പോയിന്റ് നമുക്ക് ഇന്ത്യൻ ഓയിൽ എക്സ്ട്രാ റിവാർഡ്സ് പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതിനെ ഫ്രീ പെട്രോൾ ആയിട്ട് റെഡീം ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ എല്ലാ പെട്രോൾ പമ്പ് ഔട്ട്ലെറ്റ്സിലും ഈ ഒരു ഫ്യൂവൽ പോയിന്റ് റിഡംഷൻ അവൈലബിൾ അല്ല. ചില ഔട്ട്ലെറ്റ്സിൽ മാത്രമേ ലഭ്യമാവുള്ളൂ. ഇനി ഫ്യൂവൽ പോയിന്റിനെ നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ടും HDFC കാർഡിൽ ക്രെഡിറ്റ് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഫ്യൂവൽ പോയിന്റ് ഉണ്ടെങ്കിൽ അതിനെ 20 പൈസയുടെ ക്യാഷ് ബാക്ക് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ 5 ഫ്യൂവൽ പോയിന്റ്സ് റെഡീം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 രൂപയായിരിക്കും കിട്ടുന്നത്.
ഇനി അതേസമയം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫ്യൂവൽ പോയിന്റിനെ 3 എക്സ്ട്രാ റിവാർഡ് പോയിന്റ്സ് ആയിട്ട് റിഡീം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഇന്ത്യൻ ഓയിൽ ഔട്ട്ലെറ്റ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു എമൗണ്ടിന് പർച്ചേസ് ഓഫ് പെട്രോൾ കുറച്ചുകൂടെ അല്ലെങ്കിൽ ഫ്യൂവല് കുറച്ചുകൂടെ ഡിസ്കൗണ്ടഡ് റേറ്റിൽ ഫ്യൂവൽ നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നതായിരിക്കും. ഇനി ഈ കാർഡിൻ്റെ എലിജിബിലിറ്റിയെ കുറിച്ച് നമുക്ക് നോക്കാം. എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺസിന് എല്ലാവർക്കും ഈ ഒരു കാർഡ് എലിജിബിൾ ആണ്. മാത്രമല്ല ഇതിന് 21 വയസ്സും ഏകദേശം 60 വയസ്സിനും ഇടയ്ക്കുള്ളവർക്ക് സാലറീഡ് ആയിട്ടുള്ളവർക്കാണ് ലഭിക്കുന്നത്. കൂടാതെ നെറ്റ് മന്ത്ലി ഇൻകം അത് ഒരു 10,000 രൂപയുടെ മേളിലായിരുന്നാൽ മതി. അതായത് അധികം ഒരു കഷ്ടപ്പാട് ഇല്ല ഈ ഒരു കാർഡ് എലിജിബിൾ ആവാനായിട്ട്. ഒരു 10,000 രൂപയ്ക്ക് മേൽ മന്ത്ലി ഇൻകം ഉള്ള എല്ലാവർക്കും ഈ ഒരു കാർഡ് ലഭ്യമാകുന്നു എന്നുള്ളതാണ്. ഇനി ഫീസ് ആൻഡ് ചാർജസിനെ കുറിച്ച് നമുക്ക് നോക്കാം. അതും വളരെ നല്ല ഒരു കുറഞ്ഞ ഫീസ് തന്നെയാണ്. 500 രൂപയാണ്. നമ്മുടെ SBI BPCL കാർഡിനെ വെച്ച് നോക്കുമ്പോൾ സെയിം ഫീസ് തന്നെയാണ് ഈ ഒരു കാർഡിനും ഉള്ളത്. 500 രൂപയും ടാക്സുമാണ് ഈ ഒരു കാർഡിൻ്റെ ഫീസായിട്ട് പറയുന്നത്. ഈ കാർഡ് ഉപയോഗിച്ച് റെൻ്റൽ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ 1% ഫീ ഉള്ളതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് പണം ബാങ്കിലേക്ക് പിൻവലിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അവിടെ 1% ചാർജ് ഉണ്ടാവും എന്നുള്ളത് ഓർക്കുക. കൂടാതെ ഇന്റർനാഷണൽ DCC ട്രാൻസാക്ഷൻസ് നടത്തുമ്പോഴും നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് 1% മാർക്കപ്പ് ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ വാല്യൂ ചാർട്ടിലേക്കും കൂടെ നോക്കാം. വാല്യൂ ചാർട്ടിൽ നമുക്ക് ഒരു 3000 രൂപ നമ്മൾ പെട്രോളിന് വേണ്ടി മന്ത്ലി സ്പെൻഡ് ചെയ്യാണ് IOCL പമ്പ്സിൽ. IOCL പമ്പ്സിൽ തന്നെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ബാക്കി ഏതെങ്കിലും കമ്പനിയുടെ പെട്രോൾ പമ്പിലാണ് നിങ്ങൾ പേ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിവാർഡ് പോയിന്റ്സ് ഈ പറഞ്ഞ റേറ്റിൽ കിട്ടില്ല. അതുകൊണ്ട് IOCL തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ 3000 രൂപയുടെ പെട്രോൾ അടിക്കുമ്പോൾ 5% ഫ്യൂവൽ പോയിന്റ്സ് ആണ് കിട്ടുന്നത്. അതായത് ഏകദേശം 150 ഫ്യൂവൽ പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന ഫ്യൂവൽ പോയിന്റ്സ് എന്ന് പറയുന്നത് 150 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ ഒരു മാസം 150 ഫ്യൂവൽ പോയിന്റ്സ് ലഭിക്കും. ഇനി ആദ്യത്തെ തവണ നിങ്ങൾക്കറിയാമല്ലോ ഇതിൽ 250 വരെയാണ് ഫ്യൂവൽ പോയിന്റ്സ് ക്യാപ്പ്. അതായത് ആദ്യത്തെ 6 മാസം കുറച്ചുകൂടെ കൂടുതൽ റിവാർഡ്സ് കിട്ടുന്നു. ഇനി അടുത്ത ഗ്രോസറീസിന് നിങ്ങൾ 2000 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും അവിടെയും ഫ്ലാറ്റ് 5% ആണ്. മാക്സിമം ക്യാപ്പിംഗ് ഓഫ് ഫ്യൂവൽ പോയിന്റ്സ് 100 ആണ്. ആ ഫുൾ 100 പോയിന്റ്സ് നിങ്ങൾ 2000 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ ഏൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 100 ഫ്യൂവൽ പോയിന്റ്സ് ആണ്. യൂട്ടിലിറ്റി ബിൽസ് നിങ്ങൾ കൊടുക്കുമ്പോഴും ഇത് തന്നെയാണ്. 1000 രൂപയ്ക്ക് സ്പെൻഡ് ചെയ്യുമ്പോൾ 5%, അവിടെയും നിങ്ങൾക്ക് 50 പോയിന്റ്സ് ആണ് കിട്ടുക. മാക്സിമം മന്ത്ലി ക്യാപ്പിംഗ് ആ കാറ്റഗറിയിലും 100 ആണുള്ളത്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് 2000 രൂപയ്ക്ക് സ്പെൻഡ് ചെയ്താൽ 100 ഫ്യൂവൽ പോയിന്റ്സ് ഫുള്ളായിട്ടും കിട്ടുന്നതായിരിക്കും. ഇതൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഫ്യൂവൽ പോയിന്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂവൽ പോയിന്റ്സ് 50 രൂപയുടെ കിട്ടി. ബാക്കി എന്ത് ട്രാൻസാക്ഷൻസ് നടത്തിയാലും അതിന് 0.7% ഫ്യൂവൽ പോയിന്റ്സ് ആണ് ലഭിക്കുന്നത്. അപ്പം 4000 രൂപയ്ക്ക് സ്പെൻഡ് ചെയ്യുമ്പോൾ അവിടെ മന്ത്ലി ക്യാപ്പിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം ആപ്ലിക്കബിൾ അല്ല. ബാക്കി എല്ലാ ട്രാൻസാക്ഷൻസിൻ്റെയും റിവാർഡ് പോയിന്റ്സിന് ക്യാപ്പിംഗ് ഒന്നുമില്ല. പക്ഷേ നിങ്ങളിപ്പോൾ പറഞ്ഞ 4000 രൂപ സ്പെൻഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് 27 റിവാർഡ് പോയിന്റ്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് കിട്ടുന്നത്, നിങ്ങൾ 10000 രൂപ ഒരു മാസം സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 327 ഫ്യൂവൽ പോയിന്റ്സ് ആണ് ഈ ഒരു കാർഡിൽ നിന്ന് ലഭിക്കുന്നത്. അങ്ങനെ 12 മാസത്തേക്ക് നിങ്ങൾക്ക് 3920 ഫ്യൂവൽ പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടും. ഇനി ഇതിനെ നമ്മൾ ഒരു 3 XRP, അതായത് നമ്മുടെ എക്സ്ട്രാ പ്രീമിയം റിവാർഡ് പോയിന്റ്സ് ഓഫ് ഇന്ത്യൻ ഓയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 0.96 എന്നുള്ള രീതിയിൽ ഈ ഒരു പണത്തിനെ റിഡീം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 3763 രൂപയുടെ ക്യാഷ് വാല്യൂ ആണ്. അതായത് ഈ ഒരു 3920 എന്ന് പറയുന്ന ഫ്യൂൽ പോയിന്റ്സിന് നിങ്ങൾക്ക് 3763 രൂപയായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കണക്കിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 75 രൂപയാണ് 1 ലിറ്റർ പെട്രോളിന്. അത് പണ്ടത്തെ കണക്കാണ്. അപ്പോൾ ആ ഒരു കണക്കിലാണെങ്കിൽ നിങ്ങൾക്ക് 50 ലിറ്റർ പെട്രോള് ലഭിക്കുന്നതായിരിക്കും. അത് ഏകദേശം നല്ലൊരു കുറവ് ഇപ്പോൾ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ 50 ലിറ്റർ പെട്രോള് ഈ ഒരു 1 ലിറ്റർ പെട്രോളിൻ്റെ വില വളരെയധികം കൂടുതലാണ്, 100 രൂപയിൽ പുറത്താണ്. അപ്പോൾ ഈ ഒരു 75 എന്ന് പറയുന്ന നിരക്ക് അല്ല 100 ഇടുമ്പോഴത്തേക്കും ഒരു 50 എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 30 ആയിട്ട് കുറയുന്നു. അപ്പം എന്തായാലും ഒരു 30 ലിറ്റർ പെട്രോൾ ഒരു വർഷം ഫ്രീ ആയിട്ട് ഈ ഒരു കാർഡ് വഴി നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് കാര്യമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ത്യൻ ഓയിൽ HDFC ബാങ്ക് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തി നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നു എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാർഡിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും ഞങ്ങളെ എഴുതി അറിയിക്കുക. ഈ ഒരു ചാനലിൽ കമൻ്റ് ആയിട്ട് ആ ഒരു അഭിപ്രായം ഇടുക. അപ്പോൾ മറ്റുള്ള ആളുകൾക്കും അതൊരു
ഉപയോഗപ്രദമായിട്ടുള്ള ഇൻഫർമേഷൻ ആയിട്ട് മാറുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു കാർഡിനെ കുറിച്ചോ മറ്റേതെങ്കിലും ഒരു ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചോ കൂടുതലായിട്ട് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് സഹായകമായിട്ടുള്ള ഇൻഫർമേഷൻസ് തരുന്ന കുറേ അഡ്മിനിസ്ട്രേറ്റേഴ്സും കുറേ യൂസേഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ അടയ്ക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ 2 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ചെക്ക് ആൻഡ് ക്രെഡ്. അത് നിങ്ങൾക്ക് ഈ ഉപയോഗിച്ച് അഡീഷണൽ റിവാർഡ് പോയിന്റ്സും ക്യാഷ് ബാക്സും ഒക്കെ കിട്ടുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾ ഓൺലൈനായിട്ട് ഷോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരു പോക്കറ്റ് മണി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് കരോയെ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ലിങ്ക് കൂടി നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ക്രെഡിറ്റ് കാർഡ് സംബന്ധിതമായിട്ടുള്ള വിവരങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റും സന്ദർശിക്കാവുന്നതാണ് www.360money.in. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ടൈം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.